ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോഴും ട്രെൻഡിങ് മാറാണ്ട് നിൽക്കുന്ന ഒന്നല്ലേ നമ്മുടെ ഈ കുനാഫ. എന്നിട്ടിത് കഴിക്കാത്തവരും ഉണ്ടാക്കാത്തവരും ഉണ്ടല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടി എങ്ങനെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുനാഫ ഡോ എടുത്തേക്ക്. കുനാഫ ഡോ ഇപ്പോൾ ഒരുവിധം എല്ലാ ഷോപ്പിലും നാട്ടിലാണെങ്കിലൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ ഫ്രീസറിലുണ്ടാവുക, ഫ്രോസൺ ആണ് ഇതുണ്ടാവുക. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 500 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഇതിൽ നമുക്കൊരു 250 ഗ്രാമേ ആവശ്യമുള്ളൂ. നമുക്കത് മാത്രം ഇതിൻ്റെ ഒരു പകുതി കട്ട് ചെയ്തെടുക്കാം. ഡോ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് ഒരു 3 മണിക്കൂർ ശേഷം ആണ് നമുക്കിത് യൂസ് ആക്കേണ്ടത്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ തണുപ്പ് വിട്ടിട്ടേ നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് കിട്ടുള്ളൂ. പകുതി ഡോ ഞാനൊരു ബൗളിലേക്ക് മാറ്റി ബാക്കി വന്ന ഡോ ഞാൻ നല്ലോണം പാക്കറ്റാക്കിയിട്ട് ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്യുകയാണ്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. ഒന്ന് ഇതിൽ കട്ട പിടിച്ച് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കൈകൊണ്ടൊന്ന് നല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം കണ്ടില്ലേ, ഇത് ഇങ്ങനൊരു നൂല് പോലെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ അൺസോൾട്ടഡ് ബട്ടറാണ് യൂസ് ആക്കുന്നത്. ഇതൊരു 500 ഗ്രാം ബട്ടറാണ്. ഇതിൻ്റെ ഒരു 250 ഗ്രാമാണ് ഞാൻ എടുക്കുന്നത്. ഇനി അത് ചെറിയ ചെറിയ ഇങ്ങനെ കഷ്ണങ്ങളാക്കി ഒന്ന് ഓവൽ വെച്ച് മെൽറ്റ് ചെയ്തെടുക്കുക. എന്നിട്ടിത് ഞാൻ കുനാഫ ഡോൻ്റെ മുകളിലേക്ക് ഒരു 3/4 ബൗൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം കൈവച്ചിട്ട് നമുക്ക് ഈ കുനാഫൻ്റെ എല്ലാ ഭാഗത്തും ബട്ടർ എത്തുന്ന രീതിയിൽ നല്ലോണം തന്നെ ഇങ്ങനെ മിക്സാക്കി കൊടുക്കാം. അങ്ങനെ മിക്സാക്കി ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുനാഫയിലേക്കുള്ള ക്രീം ഉണ്ടാക്കാം. അതിനു വേണ്ടി ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ 1 കപ്പ് പാല്, 250 ml കപ്പിൻ്റെ 1 കപ്പ് മിൽക്കാണ് എടുത്തത്. ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ മൈദയും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനെടുത്തത് ക്രീം ചീസാണ്. പിന്നെ കുറച്ച് മൊസറല്ല ചീസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ ബാക്കി വന്ന ബട്ടർ നമ്മൾ കുനാഫ എന്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ബേക്കിംഗ് ട്രേയിലേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ട്രേ വേണമെങ്കിലും, നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആണെങ്കിൽ അത് യൂസ് ആക്കാം. പിന്നെ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആണെങ്കിൽ അതൊക്കെ യൂസ് ആക്കാം കേട്ടോ. ഇനി ഈ സ്പ്രെഡ് ചെയ്ത ടിന്നിലേക്ക് ഞാൻ ഇതിൻ്റെ പകുതി കുനാഫ, നമ്മൾ എടുത്ത് വെച്ച ഇതിൻ്റെ പകുതി കുനാഫ, രണ്ടും ഒരേ ഈക്വൽ പാട്ടാക്കിയിട്ട് ഞാൻ മാറ്റിയിട്ട് അതിൻ്റെ പകുതി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് ലെയറാണ്. എന്നിട്ട് കൈവച്ചിട്ട് നല്ലോണം തന്നെ സ്പ്രെഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒന്ന് നല്ലോണം കൈവച്ചൊന്ന് നല്ലോണം തന്നെ അങ്ങനെ ടൈറ്റാക്കി കൊടുക്കാം. ഈ ഡോ ഒന്ന് സൈഡിൽ വരുന്ന ഡോ ഒക്കെ എല്ലാം കൂടി ഒന്ന് കൈവച്ചിട്ടൊന്ന് ജസ്റ്റ് മുകളിലോട്ടേക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ബേക്കിംഗ് ടിന്നിലേക്ക് നല്ലോണം തന്നെ ഡോ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ക്രീം ചീസ് ഉണ്ടാക്കാം. ഫസ്റ്റ് തന്നെ ഞാനൊരു പോട്ട് വെച്ച് അതിലേക്ക് 250 ml 1 കപ്പ് പാലൊഴിച്ച്, ഇനി അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരം കുറയ്ക്കണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം കേട്ടോ, കാരണം നമ്മൾ ഇനി ഇതിലേക്ക് സിറപ്പൊക്കെ ഉണ്ടാക്കും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വാനില എസൻസ് ഒഴിക്കുന്നുണ്ട്. അതും ഓപ്ഷണലാണ്, അത് താല്പര്യം ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം ഒന്ന് ചൂടായി വരണം. അതുവരെ അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 2 സ്പൂണ് മൈദയും 3 സ്പൂണ് കോൺഫ്ലോറും കൂടി എടുത്ത് വെച്ചിട്ടില്ല, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുമ്പോൾ തീ നല്ലോണം ലോയിലായിരിക്കണം. ഈ ടൈമിൽ കട്ട പിടിക്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മളിതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് കൈ വെക്കാണ്ട് ഇളക്കി നല്ലോണം തിക്കാക്കിയെടുക്കാം. ഇത് തിക്കായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്രീം ചീസാണ് യൂസ് ആക്കുന്നത്.
ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സാദാ ചീസും യൂസ് ആക്കാം. ഇനി ഇത് അധികം ചൂടാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ആക്കിയ ക്രീമിൻ്റെ ആ ഒരു ചെറിയ ചൂടിൽ തന്നെ ഇതങ്ങ് അതിൽ കിടന്നൊന്ന് മെൽട്ടായിക്കോളും. അങ്ങനെ ഇത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ച കുനാഫൻ്റെ ഫസ്റ്റ് ലെയറില്ലേ, കുനാഫ ഡോ വെച്ചിട്ടുണ്ടാക്കിയ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ചൂടോടെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ തന്നെ അങ്ങ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു സ്പൂണ് വെച്ചോ സ്പാച്ചുല വെച്ചോ ഒന്ന് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലേക്ക് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. സെൻറ്ററിൽ തന്നെ ആക്കിയാൽ മതി. നമ്മൾ സൈഡിലേക്ക് അധികം ആക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളവിടെ കുനാഫ ഡോ വെച്ചിട്ടിപ്പം ഫിൽ ചെയ്യും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മൊസറല്ല ചീസാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല ഇതിലേക്ക് ചെയ്യണമെന്ന്. പക്ഷെ ഇത് ചെയ്താൽ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. അങ്ങനെ ചീസ് എല്ലാ ഭാഗത്തേക്കും ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ബാക്കി വെച്ച് നമ്മൾ ഈക്വൽ പാർട്ടാക്കി വെച്ച ഡോ ഇല്ലേ, അതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് എല്ലായിടത്തും എത്തുന്ന രീതിയിലേക്ക് നമുക്കിത് വെച്ച് ഫിൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഡോ എല്ലാം ഫുള്ളും വെച്ച് ഫില്ലാക്കിയതിന് ശേഷം നമുക്കൊന്ന് കൈ വെച്ച് മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അധികം പുഷ് ചെയ്യരുത്, കാരണം നമ്മൾ ഉള്ളിൽ ചീസും ക്രീമൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഒന്ന് ജസ്റ്റ് എല്ലാ സൈഡൊക്കെ ഒന്ന് നല്ലോണം തന്നെ പ്രസ് ചെയ്യുക. സെൻറ്ററിൽ അധികം പ്രസ് ചെയ്യാണ്ട് ചെയ്തെടുക്കാം. ഇനി ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഓവന് ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഓവന് ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. 30 മിനിറ്റ് ആയിട്ടും നമ്മൾ കുനാഫൻ്റെ കളർ ചേഞ്ച് ആയിക്കില്ലെങ്കിൽ നമ്മളൊന്ന് എടുത്തിട്ട് മുകളിലോട്ടൊക്കെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കളർ സെറ്റായി കിട്ടിക്കോളും. ഇനിയിപ്പോൾ നമുക്ക് കുനാഫയിലേക്കുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ 1 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ആ സെയിം കപ്പിൽ 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനൊരു ഹാഫ് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നാരങ്ങൻ്റെ കുരുവൊക്കെ വയ്ക്കുകയാണെങ്കിൽ അതൊന്ന് അതിൽ നിന്ന് എടുത്ത് മാറ്റിക്കളയാം. എന്നിട്ടിത് നല്ലോണം ഒന്ന് തിളച്ച് കുറച്ചൊന്ന് വറ്റിയതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് സാഫ്രോൺ ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ആക്കിയാൽ മതി. ഇനിയിപ്പോൾ എന്താ, നമ്മളെ കുനാഫ നല്ലോണം ബേക്കായി സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഓവനിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇപ്പം കണ്ടില്ലേ, നമ്മളെ കുനാഫ നോക്ക്, നമ്മളെ കുനാഫൻ്റെ മുകളിലൊക്കെ നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളറിലേക്കായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പില്ലേ, അത് ചെറിയ ചൂടോടെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് എല്ലാ ഭാഗത്തേക്കായിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് പിസ്ത കട്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ആക്കി എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ പിസ്ത ഇല്ലെങ്കിൽ അതിന് പകരം വേറെ എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഒന്ന് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇനി ജസ്റ്റ് നമുക്കൊരു കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലും ഒരു കട്ടർ കൊണ്ടോ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ കുനാഫ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല ക്രീമി ടെക്സ്ചറായിട്ടാണ് നമ്മളെ കുനാഫ ഉള്ളത്.
ഇനിയിപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. എപ്പോഴും നമ്മൾ കുനാഫ സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ നേരത്തെ ബാക്കി വെച്ച ഷുഗർ സിറപ്പില്ലേ അത് കുറച്ച് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുവരെ കുനാഫ വീട്ടിൽ ഉണ്ടാക്കാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യം ഇതേപോലെ തന്നെ ഉണ്ടാക്കി വെക്കുക. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. കാരണം ഇത് അത്രയും ക്രീമി ടെക്സ്ചറാണ്. നമുക്ക് കഴിച്ചാൽ പിന്നെ ഇതിങ്ങനെ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യങ്ങൾ ഇത് ഉണ്ടാക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്